ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ വേദകാലങ്ങളിൽ നിലനിന്നിരുന്ന അനീതികൾക്ക് എതിരെയായിട്ട് നിലവിൽ വന്നൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതൊരു റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. സിദ്ധാർത്ഥ് ഗൗതം ബുദ്ധയുടെ ആശയങ്ങളും പഠന രീതിയും പഠിപ്പിക്കുന്ന രീതിയൊക്കെ മുന്നോട്ട് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ മുന്നോട്ട് വെച്ച ഒരു പഠന രീതിയാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. 566 മുതൽ 486 BC ആണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ പീരിയഡായിട്ട് കണക്കാക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്തിരുന്നത് മോണസ്റ്ററികളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെയാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അറ്റൈൻമെൻറ്റ് ഓഫ് നിർവാണയാണ്. വിദ്യാഭ്യാസത്തിലൂടെ അനീതികളിൽ നിന്നുള്ള മോക്ഷമാണ് അറ്റൈൻമെൻറ്റ് ഓഫ് നിർവാണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മോറൽ ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ കണ്ടക്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് നോളേജ് ഒക്കെ അവിടുത്തെ മെയിൻ ആശയങ്ങളാണ്, എയിമുകളായിട്ടാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ എയിമുകളായിട്ടാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് മോങ്സാണ് നിയന്ത്രിച്ചിരുന്നത്. അവർ സൗജന്യമായിട്ടും താമസ സൗകര്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് മുന്നോട്ട് വെച്ചത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പാലി ആയിരുന്നു. കൂടാതെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷകളിലും അവർ സാൻസ്ക്രിറ്റ് മുതലായുള്ള ഭാഷകളും ഉപയോഗിച്ചിരുന്നു. എല്ലാവർക്കും പ്രവേശനം ആയിരുന്നു ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ചണ്ടാളർ എന്നുള്ള ഒരു വിഭാഗത്തെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാം. അതേപോലെ തന്നെ ഡിസിപ്ലിൻ, സിംപ്ലിസിറ്റി, സെൽഫ് കൺട്രോളിനൊക്കെ അവിടെ ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പഠന രീതിയും കൂടിയായിരുന്നു ഇത് മുന്നോട്ട് വെച്ചിരുന്നത്. പ്രവർജ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് വഴിയാണ് 8ാം വയസ്സിൽ ഈ സന്യാസ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത് ഉപസംഹര എന്ന് പറഞ്ഞിട്ടുള്ള 20ാം വയസ്സിൽ നടക്കുന്ന ഒരു ചടങ്ങ് വഴിയാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മഞ്ഞ വസ്ത്രമാണ് വിഹാരകളിൽ താമസിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവിടെ അത്യാവശ്യം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അലങ്കാരങ്ങൾ പാടില്ല, ആഡംബരം പാടില്ല, വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശം വയ്ക്കരുത് എന്നൊക്കെയുള്ള നിയമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ ശിക്ഷാപദങ്ങൾ ഉണ്ടായിരുന്നു. ട്രൂത്ത്ഫുൾനെസ്, നോൺ വയലൻസ്, സിംപ്ലിസിറ്റി, മദ്യവിലക്ക്, മോഷണം ചെയ്യരുത്, പിന്നെ ബ്രഹ്മചര്യം പാലിക്കണം, തെറ്റായ ഭാഷ ഉപയോഗിക്കരുത്, ആഡംബര ജീവിതം ഒഴിവാക്കണം, അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കണം, അധ്യാപകനെ അനുസരിക്കണം എന്നുള്ള മുതലായുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ അധ്യാപകനെ കാട്ടി മുന്നേ എഴുന്നേൽക്കുക, ദിവസേനയുള്ള ജോലികളിൽ അധ്യാപകനെ സഹായിക്കുക, അധ്യാപകനൊപ്പം ഭിക്ഷയെടുക്കുക, അതേപോലെ തന്നെ പഠനം, ധ്യാനം, ശാരീരിക പരിശീലനം, സ്വയം വിശകലനം, പാപസമ്മതം, അച്ചടക്കം ലംഘിച്ചാൽ കർശന ശിക്ഷ മുതലായ റൂട്ടീൻസ് ആൻഡ് ഡിസിപ്ലിൻസ് അവിടെ പാലിച്ചിരുന്നു. ഇനി അവിടുത്തെ ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഉപാധ്യായർ എന്നാണ് ഗുരുവിനെ വിളിച്ചിരുന്നത്. വിദ്യാർത്ഥികളെ ശ്രമണർ എന്നാണ് വിളിച്ചിരുന്നത്. ഗുരുവിനെ മാർഗദർശകനായിട്ടും തത്വചിന്തകനായിട്ടും നൈതിക സംരക്ഷണമായിട്ടും ഒക്കെയാണ് അവിടെ കണക്കാക്കിയിരുന്നത്. ബന്ധം സ്നേഹത്തിലും ബഹുമാനത്തിലും സേവനത്തിലും ആധാരിതമാണെന്ന് ആണ് അവിടെ മുന്നോട്ട് വെച്ചിരുന്ന ഒരാശയം. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം, താമസ സൗകര്യം ഒരുക്കുക, പാലിയും ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനൊക്കെ പഠിപ്പിക്കുക, മോറൽ കണ്ടക്റ്റും പ്രാക്ടിക്കൽ ലൈഫിനൊക്കെ കുറിച്ച് പരിശീലിപ്പിക്കുക എന്നുള്ളതൊക്കെ അധ്യാപകൻ്റെ കടമകളായിരുന്നു. അവിടെ 2 തരം കരിക്കുലമാണ് ഉപയോഗിച്ചിരുന്നത്. ഒന്ന് വേർഡ്ലി കരിക്കുലവും ഒന്ന് റിലീജിയസ് കരിക്കുലവും. വേർഡ്ലി കരിക്കുലത്തിലാണ് എഴുത്ത്, വായന, മാത്സ്, അഗ്രികൾച്ചർ, വൈദ്യശാസ്ത്രം, വ്യാപാരമൊക്കെ പഠിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ റിലീജിയസ് എഡ്യൂക്കേഷനിലാണ് ത്രിപീഠക, വിനയം, ബൗദ്ധവേദ പഠനം, തത്വശാസ്ത്രം, നീതിശാസ്ത്രം മുതലായവ പഠിപ്പിച്ചിരുന്നത്. അവിടെ 3 ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. 6 വർഷം വരെ പ്രൈമറി എഡ്യൂക്കേഷൻ ലെവലായിരുന്നു. 12 വർഷം വരെ ഹയർ എഡ്യൂക്കേഷൻ ലെവലാണ്. പിന്നെ മോങ്ക് എഡ്യൂക്കേഷൻ ലെവലാണ്. അക്ഷരജ്ഞാനം, വായന, എഴുത്തൊക്കെയാണ് പ്രാഥമികം ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലെവലിൽ കൊടുത്തിരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ വ്യാകരണം, ജ്യോതിഷം, നിയമം ഒക്കെയാണ് കൊടുത്തിരുന്നത്. മറ്റേ മോങ്ക് എഡ്യൂക്കേഷൻ, സന്യാസ വിദ്യാഭ്യാസത്തിൽ മോണസ്റ്റിക് റൂൾസ്, കമ്പാരിറ്റീവ് റിലീജിയൻ, കമ്പാരിസൺ ഓഫ് റിലീജിയൻ, പിന്നെ മോങ്കിൽ പാലിക്കേണ്ട നിയമങ്ങൾ, മോങ്ക് ഫിലോസഫി, അതൊക്കെയാണ് അവിടെ കൊടുത്തിരുന്നത്. ഇനി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് അവിടെ ഇമിറ്റേഷൻ മെത്തേഡാണ്. ഗുരുവിനെ അനുകരിച്ചിട്ടുള്ള പഠനങ്ങളാണ് അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, എക്സ്പ്ലനേഷൻ മെത്തേഡ്, ഡിബേറ്റ്സ്, ലോജിക് മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, കോൺഫറൻസ് ഡിസ്കഷൻ മെത്തേഡ്സ് ഒക്കെ അവിടെ മുന്നോട്ട് വെച്ചിരുന്നു. അതേപോലെ തന്നെ മെയിനായിട്ട് അവിടെ ഉള്ള യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ബുദ്ധിസം കൊടുത്തിരുന്ന സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്
തക്ഷശില, നളന്ദ, വിക്രമശീല, ദന്തപുരി, വല്ലഭി, മിഥില, നദിയ, ജംഗതല, ഗാഡിക, ബ്രഹ്മപുരി എന്നുള്ളതൊക്കെയാണ് മെയിൻ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ആയിരുന്നത്. തക്ഷശില എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് സെൻറ്റർ ഓഫ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനും കൂടിയായിരുന്നു. പിന്നെ ഈ നളന്ദ അതേപോലെ വിക്രംശീലയൊക്കെ തക്ഷശില യൂണിവേഴ്സിറ്റി കണ്ടിട്ട് മുന്നോട്ട് വെച്ച യൂണിവേഴ്സിറ്റികളാണ്. അവിടെ ബുദ്ധൻ്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീ വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചത്. ശുഭ, സുമത, സംഘമിത്ര തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൽ പാണ്ഡ്യരായി. അതേപോലെ പരിമിതമായ അവസരങ്ങളാണ് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത്. സമ്പന്ന കുടുംബങ്ങളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിൽ പാണ്ഡിത്യം നേടാൻ പറ്റുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സന്യാസിമാരുടെ അനുമതി സ്ത്രീകൾക്ക് അന്ന് സമൂഹം കൽപ്പിച്ചിരുന്ന കുറഞ്ഞ സമൂഹ സ്ഥാനമാനങ്ങളൊക്കെയാണ് ഇതിന് കാരണമായത്. അതേപോലെ തന്നെ ശില്പം, ശില്പകല, വാസ്തുവിദ്യ, ചിത്രകല, നെയ്ത്ത്, മൺപാത്ര പരിശീലനം എന്നിവയിലൊക്കെ അവർക്ക് പരിശീലനം ലഭിച്ചിരുന്നു. എൻജിനീയറിങ്, മെറ്റൽ വർക്ക്, ഷിപ്പ് ബിൽഡിങ് ഒക്കെ ടെക്നിക്കൽ എഡ്യൂക്കേഷനായിട്ടും അവിടെ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ തക്ഷശിലയിൽ ജീവക, ചരക, ധ്വരന്ധ്വരി എന്നിവയെ പോലുള്ള പ്രശസ്തരായിട്ടുള്ള മെഡിസിൻ എഡ്യൂക്കേഷനുകളും ഉണ്ടായിരുന്നു. പിന്നെ വ്യാപാരം, അക്കൗണ്ടിങ് മുതലായിട്ടുള്ള എഡ്യൂക്കേഷൻസും അവിടെ ഉണ്ടായിരുന്നു. അവിടെ മെയിനായിട്ടും സന്യാസി സഭകൾ മുഖേനയുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നിയന്ത്രണമാണ് അവിടെ ഉണ്ടായിരുന്നത്. ധനം, ദാനങ്ങൾ, ഭൂമി, രാജസഹായം, ജനസഹായമൊക്കെ അവർക്ക് ലഭിച്ചിരുന്നു. അതേപോലെ തന്നെ വിഹാരകളെ സ്ഥിരമായ വരുമാന സ്രോതസ്സായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഭക്ഷണം, വസ്ത്രം, താമസത്തിനൊക്കെയാണ് അവിടെ ചിലവുകൾ വന്നിട്ടുള്ളത്. എല്ലാ ജാതിക്കാർക്കും ചണ്ടാളർ എന്നുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് ഒഴികെ എല്ലാ ജാതികൾക്കും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായ അവസരങ്ങളാണ് ഈ വിദ്യാഭ്യാസ രീതിയിൽ ലഭിച്ചിരുന്നത്. മോങ്ക് കൗൺസിലുകൾ വഴിയാണ് വിഹാരകളെ നിയന്ത്രിച്ചിരുന്നത്. ഇവിടെ സൗജന്യവും സർവജന സാധ്യവുമായ വിദ്യാഭ്യാസമാണ് നടപ്പിലാക്കിയിരുന്നത്. സംഘടിത സർവകലാശാലകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, നളന്ദ, വിക്രമശീല പോലെയുള്ളത്. അതേപോലെ താമസ സൗകര്യമുള്ള പഠനരീതിയായിരുന്നു. ലൈബ്രറി സംസ്കാരം വികസിപ്പിച്ചിരുന്നു. ഇന്ത്യ, ചൈന മുതലായിട്ടുള്ള ഇന്ത്യൻ സംസ്കാരം ചൈന, ജപ്പാൻ, ശ്രീലങ്ക മുതലായ രാജ്യങ്ങളിലൊക്കെ വ്യാപിപ്പിച്ചിരുന്നു. അതേപോലെ പിന്നെ പാലിയാണ് പൊതുജന ഭാഷയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ജനാധിപത്യ മൂല്യങ്ങൾ അവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പഠന രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി നളന്ദ യൂണിവേഴ്സിറ്റിയാണ് ഒരു മെയിൻ യൂണിവേഴ്സിറ്റി ഓഫ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ. ബീഹാറിലെ രാജഗീർക്ക് സമീപമായിരുന്നു യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്തിരുന്നത്. ഗുപ്ത കാലഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടെ 8 വലിയ ഹാളുകൾ, 300 മുറികൾ, 13 വിഹാരകൾ, തടകളൊക്കെ ഉൾപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്. സന്യാസി സഭയാണ് ഇത് നിയന്ത്രിച്ചിരുന്നത്. അവിടെ 10,000 വിദ്യാർത്ഥികളും 1500 അധ്യാപകരും ഉണ്ടായിരുന്നു. ബുദ്ധമതം, വേദമതം, ജൈനമതമൊക്കെയാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ വ്യാകരണം, തർക്കശാസ്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, നിയമം, കലകൾ ഒക്കെ അവിടെ പഠിപ്പിച്ചിരുന്നു. അധ്യാപന രീതികൾ എന്ന് പറയുന്നത് പ്രഭാഷണം, സംവാദം, വാദപ്രതിവാദം ഒക്കെയാണ് അവിടുത്തെ അധ്യാപക രീതികളായിരുന്നത്. ഇന്ത്യയുടെ പുരാതന ബൗദ്ധിക പൈതൃകത്തിൻ്റെ പ്രതീകമായിട്ടാണ് നളന്ദ യൂണിവേഴ്സിറ്റിനെ കണക്കാക്കുന്നത്. വിക്രമശീല, ഒദന്തപുരി മുതലായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ തുടങ്ങാനുള്ള ഒരു കാരണം കൂടിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി. അടുത്തത് തക്ഷശില യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റി പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലയായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ തന്നെ അവിടെ ബൗദ്ധവും വൈദികവുമായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഈ യൂണിവേഴ്സിറ്റി. ആദ്യം ഒരു വിഹാരമായിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി തുടങ്ങിയതെങ്കിലും പിന്നീട് ക്ലാസ്സുകൾ, ലൈബ്രറികൾ, ഹോസ്റ്റലുകൾ ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ സ്ഥാപനമായിട്ട് വികസിച്ചു. സന്യാസി വൈസ് ചാൻസലറാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ജനാധിപത്യ സമിതികളാണ് വിദ്യാഭ്യാസവും ഭരണമൊക്കെ നിയന്ത്രിച്ചിരുന്നത്. എല്ലാ സാമൂഹിക വർഗ്ഗക്കാർക്കും പ്രവേശനം ഉണ്ടായിരുന്നു. പ്രവേശന പരീക്ഷകളിലൂടെയാണ് പ്രവേശനം അനുവദിച്ചിരുന്നത്. ഒരു 16 വയസ്സായിരുന്നു ഇതിൻ്റെ മിനിമം പ്രായം. പിന്നെ വ്യാപാര പഠനത്തിനോടൊപ്പം സേവനത്തിനോടൊപ്പം പഠനവും ഉള്ള ഒരു പഠന രീതിയാണ് അവിടെ മുന്നോട്ട് വെച്ചിരുന്നത്. അതേപോലെ തന്നെ മതപഠനം, ഭൗതമശാസ്ത്രം, വേദപഠനമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന പാഠ്യപദ്ധതി. ലൗകിക വിദ്യാഭ്യാസം, വ്യാകരണം, തർക്കശാസ്ത്രം എന്നിവയിലൊക്കെയുള്ള വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. അതേപോലെ തന്നെ
പാണിനി, കൗടില്യ, ചരക തുടങ്ങിയിട്ടുള്ള മഹാപണ്ഡിതന്മാരൊക്കെ അവിടെ പഠിച്ചിരുന്നവരാണ്. പിന്നീട് രൂപം കൊണ്ട നാളന്ദ, വിക്രംശീല യൂണിവേഴ്സിറ്റിയൊക്കെ ഇതിൻ്റെ ബേസിസിലാണ് വന്നത്. ഇനി ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ആശയങ്ങൾ വെച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ രീതിയായിരുന്നു. നൈതിക, ആത്മീയ, ഭൗതിക വളർച്ച ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമായിരുന്നു. അതേപോലെ തന്നെ സൗജന്യവും താമസ സൗകര്യവും വിദ്യാഭ്യാസമായിരുന്നു. എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു. ക്രമശീലം, കരുണ, ഉത്തമ സ്വഭാവം എന്നിവ വളർത്തുന്ന ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു. തക്ഷശില, നലന്ദ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇനി MCQ ആണ്. ദ മെയിൻ എയിം ഓഫ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ വാസ്. Answer is moral and spiritual development. Second question, the language used in the instruction in Buddhist monasteries was Pali. Answer is Pali. Taxila University was located in answer present day Pakistan. നാലാമത്തെ question, Nalanda University was destroyed by. Answer is B. അഞ്ചാമത്തെ question, Buddhist education was mainly conducted in. Answer is B. ആറാമത്തെ question, assertion reason question ആണ്. Buddhist education was open to all castes. The Buddhist system believed in quality and brotherhood. ആൻസർ എന്ന് പറയുന്നത് A ആണ്. Both A and R true and R is the correct explanation of A. അടുത്ത question, Nalanda University was first university in the world. Reason, it existed before Taxila University. C ആണ്. കാരണം നളന്ദ യൂണിവേഴ്സിറ്റി അല്ല, ടക്സീല യൂണിവേഴ്സിറ്റിയാണ് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി. അടുത്തത്, എഡ്യൂക്കേഷൻ ഇൻ ബുദ്ധിസ്റ്റ് പീരീഡ് വാസ് ഫ്രീ, ഫിനാൻസ്ഡ് ബൈ കിങ്സ് ഡൊണേഷൻ ആൻഡ് വില്ലേജ് ഗ്രാൻറ്റ്സ്. റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഫിനാൻസ്ഡ് ബൈ കിങ്സ്. ബോത്ത് A and R ട്രൂ ആണ്. എക്സ്പ്ലനേഷൻ ഓഫ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ മെയിൻലി ഫോക്കസ്ഡ് ഓൺ മോറൽ ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അത് ശരിയാണ്. അടുത്തത് വുമൻസിന് കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഡഡ് ആയിരുന്നു വിദ്യാഭ്യാസം എന്നുള്ളത് അല്ല. കാരണം ശുഭ, സംഘമിത്ര മുതലായുള്ള കുറച്ച് സ്ത്രീകൾ മാത്രമാണ് ആ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളൂ. എല്ലാവർക്കും അത് നേടാൻ സാധിച്ചിട്ടില്ല. താങ്ക് യു.